മലയാളികൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഉപ്പുമുളകും. ഉപ്പുമുളകും മൂന്നാമത്തെ സീസൺ ആയിട്ട് പോലും ഇപ്പോഴും വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ ലച്ചുവിന്റെ ഭർത്താവായി സിദ്ധാർത്ഥ് പ്രഭു ആയിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ഡിസംബർ 25-ന് ക്രിസ്മസ് ദിനത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട് വാഹനമോടിച്ച് ഒരാളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരെല്ലാവരും കൂടി സിദ്ധാർത്ഥ് പ്രഭുവിനെ കൈകാര്യം ചെയ്യുകയും പോലീസിന് കൈമാറുകയുമാണ് ചെയ്തത്. മാത്രമല്ല, സിദ്ധാർത്ഥ് ഇടിച്ച വ്യക്തിയാവട്ടെ അന്തരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഉപ്പുമുളകിൽ നിന്നും സിദ്ധാർത്ഥിനെ എന്നേക്കുമായി മാറ്റുകയായിരുന്നു. എന്നാൽ സിദ്ധാർത്ഥിനെ ഒരു അവസരം കൂടി നൽകണമെന്നും ഞങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് സിദ്ധാർത്ഥ അവതരിപ്പിക്കുന്നതെന്നും ദയവായി സിദ്ധാർത്ഥ് പ്രഭുവിനെ വീണ്ടും തിരികെ കൊണ്ടുവരണമെന്നുള്ള അഭ്യർത്ഥനയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നടന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഉപ്പുമുളകം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായത്. ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം തരുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇപ്പോഴത്തെ നീണ്ട നാളത്തെ ബ്രേക്കിനൊടുവിൽ സിദ്ധാർത്ഥ് വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. സിദ്ധാർത്ഥിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമോ ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വെൽക്കം ബാക്ക് സിദ്ധാർത്ഥ് എന്നും തിരികെ കൊണ്ടുവന്നതിന് ഉപ്പുമുളക് ടീമിനോട് വളരെയധികം നന്ദിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ കമന്റുമായി വരുന്നുണ്ട്. അതേസമയം സിദ്ധാർത്ഥ് വരുന്നത് ചിലർക്കൊക്കെ എതിർപ്പാണ്. ഒരാൾ മരിച്ചു, അപ്പോഴാണ് നന്ദിയെന്നും ഇവനെയൊക്കെ എന്തിനാണ് വീണ്ടും തിരികെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥിനെതിരെയും ഒരുപാട് പേർ എത്തുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.